അവിടെ വെക്ക് റസിയ. എന്താ ഇതുവരെ മീൻകറി കൂട്ടിയില്ല? എന്നാലും അതിങ്ങനെ തിളയ്ക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല ഉമ്മ. വെക്കുന്ന ഉമ്മയാണെങ്കിലും മീൻകറി ഒരു ഒന്നൊന്നര കറി തന്നെ കേട്ടോ. അപ്പൊ നമ്മള് മീനിന്റെ ഗുണമല്ല, ചെയ്യാത്ത നല്ല പെടപെടക്കണ മീനാ നമ്മൾ ഇനിയും വണ്ടി കൊണ്ടുവന്നത്. നല്ല മീൻ കിട്ടിയ ഏത് മീൻകറി നന്നാവും. നിങ്ങളെ മീനിന്ന് പറയേ, നിങ്ങളെ കൃഷി നടത്തി ഉണ്ടാക്കിയതാ മീനി. മീൻകറി നന്നാന്നുണ്ടെങ്കിലേ അത് വെപ്പിന്റെ ഗുണം തന്നെ, കൈപ്പുണ്യം അയക്ക് മാണ്ടിയോണുണ്ട്. 10-15 കൊല്ലായില്ലേ ഞാൻ നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരുന്നേ. ഇന്നേ വരെ ഒരു നല്ല വാക്കുകളിനോട് പറഞ്ഞിക്കോ. വാപ്പോ എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ തന്നെ മീൻകാരനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മീൻ കച്ചവടക്കാരനായ മൂസാന്റെ കെട്ടിയോള് മീൻകറി വെച്ചാൽ നന്നാവണോ? നന്നായില്ലെങ്കിൽ അതിൽ അതിശയുള്ളൂ. എന്നാലും ഉമ്മാന്റെ കൈപ്പുണ്യം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. നല്ലൊന്ന് കാണാനുള്ള കണ്ണ് പഠിച്ചോൻ എന്റെ ഉപ്പൊക്കെ കൊടുത്തില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ റസിയ? അപ്പറഞ്ഞ നേരാ. പെണ്ണ് കാണൽ നടക്കുന്ന സമയത്തു ഞമ്മക്ക് നല്ല കാണാനുള്ള കണ്ണുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പാത്തുവോ ഈ പേരുണ്ടാവൂലേ? എന്നെ കാണാൻ മൊഞ്ചില്ലാന്നല്ല നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? മൊഞ്ച് കാണാനല്ല കണ്ണില്ലാത്തതിനെ കൊണ്ട് നിങ്ങൾ ഞമ്മളെ കെട്ടിയെന്നില്ലേ? നിങ്ങൾ രണ്ടാളും തല്ലുകൂടാണ്ട് ഉമ്മാന്റെ കൈപ്പുണ്യം മാർക്കറ്റ് ചെയ്യാനുള്ള വഴി നോക്ക്. കൈപ്പുണ്യം മാർക്കറ്റ് ചെയ്യാനോ? അങ്ങനെ പറഞ്ഞ എന്തേ റസിയ? എന്റെ ഉമ്മ, ആളുകൾക്ക് ഫുഡിന് നല്ല താല്പര്യമുള്ള കാലാണിത്. കണ്ടില്ലേ, നാട് നിറയെ ഫാസ്റ്റ് ഫുഡ് കടകള്, ചാനല് നിറയെ കുക്കറി ഷോകള്. ഇങ്ങനെ ഒരു കാലത്ത് എന്റെ പൊന്നുമ്മാന്റെ കൈപ്പുണ്യം ഈ കൊച്ചു പുറയിൽ ഒതുങ്ങി നിന്നാ മതിയോ? അല്ല, ഉമ്മപ്പോ നാട്ടുകാർക്ക് മുമ്പ് വെച്ച് വിളമ്പണം ഈ പറയണേ? വേണം. വെറുതെ വെച്ച് വിളമ്പിയ പോരാ, ഫുഡിന് നല്ല പൈസയും വാങ്ങണം. ഉപ്പാന്റെ മീൻ, ഉമ്മാന്റെ പാചകം, രണ്ടും ചേർന്ന ഒരു പെർഫെക്റ്റ് മിക്സ്. അല്ല, ഈ പറഞ്ഞു വരുന്നേ ഞമ്മള് ഹോട്ടലിൽ പോയിട്ട് മീൻകൂട്ടാൻ വെച്ച് വിളമ്പണെന്നാ? അല്ല, ഒരു ഹോട്ടൽ തുടങ്ങണം. ഉമ്മ മെസ് എന്ന പേരില് ഒരു നാടൻ ഭക്ഷണശാല. അത് നല്ലൊരു ഐഡിയ കേട്ടോ. ഞമ്മക്ക് എന്താ മോളെ ഈ ഐഡിയ നേരത്തെ തോന്നാഞ്ഞേ? എല്ലാത്തിനും അതിന്റേതായ സമയമില്ല മൂസ. ഉമ്മാ മെസ്സി നല്ല പേരാണ്. അല്ല മോളെ, അതിന് കെട്ടിടമൊക്കെ മാണ്ടേ? അത് ഹോട്ടൽ തുടങ്ങാൻ കെട്ടിടമൊക്കെ വാടകയ്ക്ക് എടുക്കേണ്ടി വരും. പലതരം മീനുകൾ, കടൽ വിഭവങ്ങളുടെ ഒരു കലവറ. അത് ഉമ്മ മെസ്സിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഉമ്മ മെസ് നല്ലൊരു രുചിത്താവളമാവും. തീറ്റഭ്രാന്തന്മാര് ഓടിയെത്തും. അല്ല, ഈ ഉമ്മ മെസ് എന്നറിയുന്നേ പാത്തുമാ മെസ് നാക്കിക്കൂടെ? മൂസ മെസ് എന്നാണ് നല്ലേ. മൂസ മെസ്. മൂസ മെസ്സിൽ രണ്ട് സാക്ക് ഉണ്ട് അതിന്റെ അകത്ത്. പ്രാസം അനുസരിച്ചിട്ട് മൂസ മെസ് ആണ് നല്ലത്. അതിച്ചിരി പൊളിക്കൂ. ഞമ്മളെ കൈപ്പുണ്യോ നിങ്ങൾ അങ്ങനെ മുതലെടുത്തിട്ട് മൂസാമിസിനൊന്നിടാൻ ഞമ്മള് സമ്മതിക്കൂല. സായും മായും നോക്കിയിട്ടൊന്നും അല്ല ആൾക്കാർ വന്ന് ഹോട്ടലിൽ വന്ന് കൂട്ടാൻ കൂട്ടി തിന്നണത്. ഫാത്തിമാന്റെ കൈപ്പുണ്യം, ഫാത്തിമാന്റെ മീൻകറി ആ കൂട്ടാൻ വേണ്ടിട്ടാ. അല്ല, കോഴിക്കോട് കടപ്പുറത്ത് അങ്ങനത്തെ ഒരു ഹോട്ടലില്ലേ? എനിക്കറിയാം, ഞാനത് ബടുക്കൂസേ, അത് സിൽമക്ക് വേണ്ടി ഉണ്ടാക്കിയ ഹോട്ടലാ. സിൽമ കഴിഞ്ഞപ്പോ അത് പൊളിച്ചും പോയി. ഞാൻ അതിന്റെ കാര്യം ഒന്നും അല്ല നിങ്ങളോട് പറഞ്ഞു വരുന്നത്. സൈനുത്താത്തന്റെ ഹോട്ടല് ആൾക്കാർ പറയണോ, പാത്തുമത്താത്തന്റെ ഹോട്ടലിൽ പോയിട്ട് ഞമ്മക്ക് മീൻചാറും ചോറും തിന്നണ്ടേന്ന്. ഇങ്ങോട്ട് നോക്ക്, ഞമ്മളെ മീനെടുത്ത് അങ്ങനെ വെക്കണ്ട. മീൻ നിങ്ങളെ കുത്തകങ്ങാനാ കടൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന സാഗരത്തിലുള്ളതാണ്. ആ ഞമ്മക്ക് സംഘടിപ്പിക്കാനൊക്കെ അറിയാം. നിങ്ങൾ മീൻ തന്നില്ലെങ്കിൽ അബൂബക്കർക്കായിനോട് ഞാൻ മീൻ വാങ്ങും. ഈ പോരയിലെ ഒരു പ്ലാൻ നടക്കൂല. ആൽവി മത്തിക്കറിയും പോലെ മീൻകറി ആകുമ്പോ പറഞ്ഞേക്കണം. അല്ല, ഇത്താത്തന്റെ മാസ്റ്റർ പീസ് മീൻകറി റെഡി ആയിട്ടുണ്ടല്ലോ. നസീമ, നമ്മൾ നല്ല സമയത്താ വന്ന്. വായില് വെള്ളം ഓർന്നേ താത്ത. ഇതിന്റെ റെസിപ്പി എനിക്ക് ഒന്ന് പഠിപ്പിച്ചു തരൂ താത്ത. ഇതങ്ങനെ പഠിക്കാനൊന്നുമില്ല അവളെ. തേങ്ങയും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും നല്ലോണം മയത്തിൽ അരച്ചെടുക്കുക. എണ്ണയില് ചെറിയുള്ളി നല്ലോണം അരിഞ്ഞതും പച്ചമുളക് അരച്ചതും കറിവേപ്പിലയും കൂടി മൂപ്പിക്കുക. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മാങ്ങയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കുക. പിന്നെന്തേറ്റാണ് കഴുകി വെച്ച മീൻകൂട്ടാലേക്ക് മീൻ കഷ്ണങ്ങൾ ആട്ടിടുക. മീൻ വെന്താല് നേരത്തെ അരച്ച് വെച്ച തേങ്ങ എടുത്തിടുക. നല്ലോണം തിളച്ചാല് ഇതുപോലെ നല്ല നാടൻ മീൻകറി കിട്ടും എനിക്ക്. ഇത്താത്തേന്റെ ഈ കൈപുണ്യം ഇവിടെ ഒന്നും നിക്കണതല്ലാട്ടോ, അത് ലോകം മുഴുവൻ അതെത്തണം. ഞാൻ എപ്പോഴും പറയൂ, അതിന് നമ്മളെ മൂസ മെസ് എന്നുള്ള പേരിൽ ഒരു നാടൻ ഭക്ഷണശാല തുടങ്ങാനുള്ള പരിപാടിയിലാണ്. എന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? അളിയ, അത് ഈ നാടിന്റെ 4 അതിരിലൊതുങ്ങൂലേ? ഇത്താത്തന്റെ ഈ റെസിപ്പി ഭക്ഷണ പ്രേമികൾ മുഴുവനും അറിയണം. അതിന് ഇത്താത്ത ചാനൽ വന്നേ പറ്റൂ.
ചാനലിൽ വരാനുള്ള മൊഞ്ചൊക്കെ ഉണ്ടവളെ എനിക്ക്. ഭക്ഷണം ഉണ്ടാക്കുന്നവരെ ഗ്ലാമർ ഒക്കെ ആര് നോക്കാനാ താത്ത? അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അന്നപ്പോ മൊഞ്ചില്ലാന്നല്ലേ ഈ പറഞ്ഞേ? അങ്ങനെയല്ല പറഞ്ഞത്. അതെ, ഇന്റെ ഒരു ചെങ്ങായി ഒരു ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസറാ. ഓൻ കുറച്ച് ദിവസമായി നാടൻ ഫുഡ് എന്നുള്ള പേരിൽ ഒരു കുക്കറി ഷോ തുടങ്ങാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്താത്ത കഥ വന്ന് അവതരിപ്പിച്ചാലെന്താ? വ്യത്യസ്തമായ മലബാർ വിഭവങ്ങൾ വെച്ചിട്ട് നമുക്കൊരു കുക്കറി ഷോ തുടങ്ങണം. ഇഷ്ടംപോലെ കാശുണ്ടാക്കാം ഇത്താത്ത. ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ കുറച്ചൊക്കെ ഇത്താത്തെ ഞാനും സഹായിക്കാം. ഫുഡ് ഉണ്ടാക്കാന് എന്താ ഇത്താത്തന്റെ ചിരിപ്പിക്ക് നോക്കിയേ. ഇങ്ങനെ ചിരിപ്പിക്കല്ലേ? നാക്കിന് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പലഹാരം ഇന്ന് വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? അല്ല. അപ്പൊ താത്ത ഇങ്ങോട്ട് നോക്കി, നമ്മൾ തുറപ്പിച്ചേ. ഇച്ചിരി വെറിയലൊക്കെ ഉണ്ടാവട്ടോ ക്യാമറ ഒക്കെ കാണുമ്പോ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇത്താത്ത റെഡിയാന്നുള്ള ഞാൻ വിളിച്ച് പറയട്ടെ. പറഞ്ഞോ, ഞമ്മള് റെഡിയാണ്. നമ്മൾ റെഡിയാന്ന് പറഞ്ഞേക്ക്. എന്തിനാ? അല്ല, ഇതൊന്ന് ഉണ്ടാക്കി കിട്ടിയാ പൂട്ടി കിട്ടണ്ടേ? ഇഞ്ച പരിപാടിയാ, അത് ഞാൻ അവതരിപ്പിച്ചോളൂ. ഞങ്ങൾക്ക് വേണ്ടത് നാടൻ രുചികളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ നാവിൽ നിന്ന് അകന്നുപോയ തനി നാടൻ രുചികൾ. അത് മിസ്സിസ് മുസൈ കഴിയും. മിസ്സസ് മൂസ അല്ല, MIT മൂസ. അത് ഇയാളി. ഞാനീ വെറും ഫാത്തിമ അല്ല, CM ഫാത്തിമ. അത് ഞാനി. എന്തായാലും എന്നെ ഫാത്തിമ എന്ന് വിളിച്ചല്ലോ, ഞമ്മക്ക് സമാധാനായി. ഞമ്മളെന്നെ ഞമ്മളെ പേര് മറന്നിരിക്കുന്നു. ഓളെ ശരിക്കുള്ള പേരതാണെങ്കിലും നിങ്ങൾ ചാനലിൽ പാത്തുമ്മ തന്നെ പറഞ്ഞാൽ മതി. ഓളെ നാട്ടിൽ എല്ലാരും പാത്തുമ്മ തന്നെ വിളിക്കുക അല്ലേ? പാത്തുവോ മാണ്ടേ മാണ്ടേ, ഇഞ്ച പേര് ഫാത്തിമ എന്നെ വെച്ചാ മതി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫീൽഡ് ക്ലിയർ. അവിടുന്ന് മാറാനേ ഇങ്ങോട്ട് വരലിത്ത. നിങ്ങളല്ലേ മീൻ കൂട്ടാൻ ഉണ്ടാക്കുന്നേ? അത് നിങ്ങളെല്ലാരും ആട്ട് പോയോ? ഞമ്മള് വെറിയൽ മാറ്റം ഞമ്മൾ എന്താണ് ചെയ്യാ? കൈ വരച്ചിട്ട് വിറയലൊന്നും ചാനൽ ഒരു പ്രശ്നമല്ല. ഓറഞ്ഞു തുള്ളിക്കൊണ്ട് എത്ര പെൺകുട്ടികളാ പരിപാടി ചാനൽ ചെയ്യുന്നത്? ഇതാ എന്നെ നോക്കി സംസാരിച്ചാ മതി. എന്നോട് സംസാരിക്കുന്ന പോലെ. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ക്യാമറ ഇല്ല. ക്യാമറ അല്ലാണ്ട് എന്റെ തോൾ എന്തേ താടോ തോക്കാണി? ഏട്ട ക്യാമറാമേനോനാണ് വിനെ. ക്യാമറ ഇല്ലെന്ന് സങ്കൽപ്പിച്ചി. നിങ്ങളുടെ മുമ്പിൽ ചാനൽ കാണുന്ന പ്രേക്ഷകരില്ല. ഇല്ല, ഇവിടെ എന്നാ തുടങ്ങിക്കോളൂ. അല്ല, ഒറ്റ കാര്യണ്ട്. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ മീൻ സ്പോൺസർ MIT മൂസയാണ് നിങ്ങൾ എഴുതി കാണിക്കണം. അതൊക്കെ മോശമല്ലേ മൂസക്ക? എന്ത് മോശം? നിങ്ങൾ തുണി തരുന്ന പീഡിന്റെ പേര് മുഴുവൻ എഴുതി കാണിക്കല്ലേ? എന്തേലും മോളെ പറയല്? കോസ്റ്റ്യൂം കട്സി. ആ കോർട്ടസി നമുക്ക് വേണം. മീൻ കോർട്ടസി MIT മൂസ. സമ്മതിച്ചു. പിന്നെ വലിയ അക്ഷരത്തിൽ വേണം എഴുതി വെക്കാൻ. ഒരു ആവോലിന്റെ വലുപ്പത്തിലായിക്കോട്ടെ. ഓ, എന്റെ ഉപ്പ കൊളാക്കല്ലേ, ഒന്ന് മാറിക്ക്. ഓക്കെ, ക്യാമറ സ്റ്റാർട്ട്. റോളിംഗ് സർ, ആക്ഷൻ. മാന്യ സദസ്സിന് വന്നേനോ. നിക്ക് ഒരു കാര്യം കൂടി. ഈ ചാനലുകാർ ഓരോർപ്പും കൂടി തരണോ? അതായത് ദിവസക്കൂലി ഓക്ക് കൊടുക്കുകയാണെങ്കിൽ മീൻ വാങ്ങിയതിന്റെ കായ് ഞമ്മക്ക് തരണോ? ചാനലിൽ അഭിനയിക്കണ മീനായതുകൊണ്ട് കായ് കുറച്ച് കൂടും. സമ്മതിച്ചു. മതി. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സർ, ആക്ഷൻ. മാന്യ സദസ്സിന് വന്നേനോ. നല്ല നാടൻ മീൻകൂട്ടാൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നാടൻ മീനുകൾ തന്നെയാണ്. ഈ മീൻകൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയേറ്റുങ്ങൾക്കും വലിയേറ്റുങ്ങൾക്കും വയസ്സായിട്ടുങ്ങൾക്കും ഒറ്റ കുത്തിരിപ്പിന് ഉസാറായിട്ട് ഒരു പ്ലേറ്റ് ചോറ് മിണുങ്ങാൻ പറ്റുന്നുള്ളതാണ്. മീൻകൂട്ടാൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയൂ മിസ്സിസ് മൂസ. ഓ വെനി, മിസ്സിസ് മൂസ എന്നല്ല, MIT മൂസ എന്നാണ്. ഞാനല്ല, മൂപ്പരാണ്. ഇഞ്ച പേര് CM ഫാത്തിമ എന്നാണ്. അല്ല, ഞാൻ പറയുന്നത് ആർക്കാ അവനെ തിരിയാത്തത്? തിരിയുന്നോ തിരിഞ്ഞാ മതി, അല്ലാത്തോ നട്ടം തിരിയട്ടെ. മാണ്ട എന്നൊക്കെ പറഞ്ഞാൽ തെക്കൻ കേരളത്തിലവർക്ക് മനസ്സിലാവില്ല. വേണ്ടത് എന്ന് പറയണോ? അച്ചടി മലയാളം പറഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാവും. അതിനിഞ്ച നാമൽ നാടൻ മലയാളെ വരൂലേ? നിങ്ങളെ പരിപാടിന്റെ പേരെന്തേത്താ? നാടൻ ഫുഡീന്നല്ലേ? അപ്പൊ അത് അവതരിപ്പിക്കുന്നവർക്ക് നാടൻ വർത്താനത്ത് പറഞ്ഞാൽ എന്തേത്താ ഒരു കുഴപ്പം? അത് പറ്റില്ല മിസ്സിസ് ഫാത്തിമ. ഓക്കെ, ഒന്നുകൂടെ എടുക്കാം. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സർ, ആക്ഷൻ. മാന്യ സദസ്സിന് വന്നേനു. നല്ല നാടൻ മീൻകറി ഉണ്ടാക്കാൻ ആദ്യം മാണ്ടിയത് നല്ല നാടൻ മീൻ പിടിക്കണ തന്നെയാണ്. അല്ലാണ്ട് ചീഞ്ഞ മീനോണ്ട് ഈറ്റ സാധനം ഉണ്ടാക്കാൻ പറ്റൂല. നല്ല ചാറിന് നല്ല കൊണവും മണവും ഉണ്ടാകണമെങ്കിൽ നല്ല മീനുകൾ തന്നെ നമുക്ക്. ചാറ് എന്നൊക്കെ പറയുന്നത് തനി കൊളേക്കലാണ്. ആ സ്ലാങ് വിട്ട് തനി മലയാളം പറയൂ. കൊണവും മണവും എന്നല്ല, ഗുണവും മണവും. അങ്ങനെ വേണം പറയാൻ. ഓള ഭാഷയൊക്കെ അങ്ങനെയാണ്. നാടൻ ഭാഷയാണോ? ഒക്കെ പ്രസവത്തിൽ എങ്ങനെയാ ഓള ഭാഷ?
ഭാഷയല്ല ഭാഷ. ഭാരതത്തിന്റെ ഫ. അത് ശരി. അപ്പൊ ബാലേട്ടന്റെ ബാ അല്ലല്ലേ? പാത്തുന്റെ ഭാഷ ഏതായാലും എത്രയായാലും നന്നാവും പോലില്ല. ഈ നായിന്റെ പാല് എത്ര കാലം ഉടക്കോയിലിട്ടാലും അത് അതുപോലെ നിൽക്കല്ലോ, അതുപോലെയാണ്. നിങ്ങളെ ഭാഷ ഭയങ്കര മുന്തിയ. മോനെ ഇങ്ങോട്ടൊക്കെ മൂപ്പർക്കോട് നാട്ടുകാർ എന്താ പറയണെന്ന് അറിയോ? കോഴിക്കോട്ടത്തെ മലപ്പുറത്തെയും വർത്താൻ പറയണ MIT മൂസല്ലേ? എന്നിട്ടാണ് എന്റെ ഭാഷയ്ക്ക് കുറ്റം പറയണത്. നിന്റെ ഭാഷക്ക് എന്താണ്ടി കുഴപ്പോ? ആർക്കും മനസ്സിലാവുന്നില്ല അത്? ആ പിന്നെന്താ നമ്മൾ പറയുന്നത് മാത്രം ആർക്കും തിരിയാത്തത്? നിങ്ങൾ ഓരോരോ തോടിയാര വർത്താനം പറയല്ലോ. നിങ്ങൾ ഏനാന്തകളൊക്കെ ആള് നിൽക്കുന്ന കണ്ടില്ലേ? ഒരു കാര്യം ചെയ്യുവനെ, ഞാൻ അച്ചടി ഭാഷയിൽ റിസ്വാൻ കൊണ്ട് എഴുതി പഠിച്ചിട്ട് കാണാണ്ട് പറയാ. അതേ പറ്റൂ. അതിനൊന്നും ഇനി നേരില്ല. നിങ്ങൾ നല്ല മലയാളം പഠിച്ചു വരൂ. നല്ല പാചകക്കാരിയാൽ പോരാ, നല്ല മലയാളം സംസാരിക്കുകയും വേണം. ആ ഷൂട്ട് നമുക്ക് അടുത്ത ആഴ്ച ആക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ച് റെഡി ആയി നിൽക്കും. വരൂ വരൂ പോകാം. ഓ ഇന്റെ താത്ത, നല്ലൊരു അവസരം നിങ്ങൾ കളഞ്ഞു കുളിച്ച്. ഒരാഴ്ച സമയം തന്നെ നിങ്ങളെ ഭാഗ്യം. അതിന്റെ ഇടക്കൊന്ന് നല്ല മലയാളം പഠിപ്പിക്കും. ഒരാഴ്ച കൊണ്ടൊക്കെ നല്ലോണം മലയാളം പഠിക്കാൻ എളുപ്പമല്ലേ? പക്ഷെ ഇംഗ്ലീഷ് ആണെങ്കിൽ 2 ആഴ്ചയെങ്കിലും വേണ്ടി ഓ വരും. പിന്നെ 2 ആഴ്ച. ഒരാഴ്ച കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാത്തോളാ അവള്. എന്നിട്ടാ ഇപ്പൊ 2 ആഴ്ച കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത്. പാത്തുവിനെ മലയാളം പഠിപ്പിക്കാം. അല്ല ഞാനിപ്പോ തമിഴാ പറയണേ, അല്ലെ അറബിക്കോ അതെ, ഹിന്ദിയോ? നിർത്ത്. ഞാൻ നല്ലൊരു മാഷ കൊണ്ടുവരാം, ഒരു മലയാളം മാഷ്. ആള് ബുദ്ധിജീവിയാ. അച്ചടി ഭാഷയിലെ സംസാരിക്കുള്ളൂ, നല്ല വടിവൊത്ത കയ്യക്ഷരത്തിലെ എഴുതൂ. അത് മാത്രല്ല, നിപ്പും നടപ്പും ഒക്കെ ഉണ്ടല്ലോ അച്ചടിന്റെ ഭാര്യ. ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. മൂപ്പരെ കിട്ടി എനിക്കും പഠിക്കണം അച്ചടി ഭാഷ. വെച്ചിട്ടായിട്ട് പറഞ്ഞൂടി ഇവിടെ ഇവിടെ ring ചെയ്യുന്നുണ്ട്. ഹലോ, ആ മാഷ് ഞാനാ, ശുക്കൂറ. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ബാക്കി നിങ്ങളുടെ കയ്യിലാട്ടോ. അളിയാ, ആരാന്ന് മനസ്സിലായ? ഇതാണ് ഭാഷാരത്നം OV മനോമോഹനം മാഷ്. നമസ്കാരം മാഷേ. സുപ്രഭാതോ. ഭാരതരത്നം എന്നൊക്കെ കേട്ടിട്ട് എന്തേത്ത ഈ ഭാഷാരത്നോ? അതൊരു പുരസ്കാരമാണ് കുട്ടി. മലയാളം ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ലേ? ഭാഷയ്ക്ക് നൽകിയ സേവനങ്ങൾ മാനിച്ച് എനിക്ക് കിട്ടിയ അംഗീകാരമാണത്. മാഷ് ചില്ലറക്കാരനൊന്നല്ലോ, ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിക്കുന്നില്ലേ? എല്ലാം ഇതിൽ പക്ഷെ ഇത് കിട്ടിയത് കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് അല്ലളിയാ. ഇത് നമ്മളെ കഞ്ഞിക്കുഴി ഗ്രാമീണ വായനശാലല്ലേ, അതിന്റെ അവാർഡാ. ഭാരത രക്തത്തിന് തത്തുല്യവും സമാസമവുമായ ഒരു പുരസ്കാരമാണത്. അതിനെ കുറച്ച് കാണരുത്. ഒരാഴ്ചത്തെ ഇന്റൻസീവ് ട്രെയിനിങ് ആണ് മാഷ് നിങ്ങൾക്ക് തരുന്നത്. ശരിക്കും ഉപയോഗിക്കണം. തീവ്ര പരിശീലനം എന്ന് പറയൂ, മലയാളത്തിൽ പറയൂ. മലയാളമല്ലാതെ ഒരു ഭാഷയും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് മാഷ് ഒരു കാര്യം ചെയ്യും. ഇനി സമയം പോക്കണ്ട, ഇപ്പൊ തന്നെ പഠിപ്പിക്കാൻ അങ്ങോട്ട് തുടങ്ങിക്കോളി. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്റെ മൊബൈൽ ഒന്ന് വിളിച്ചാൽ മതി. കൈപേശും യന്ത്രം എന്ന് മലയാളത്തിൽ സംസാരിക്കും. ആംഗലേയം എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, മാഷിന്റെ കൈപേശി യന്ത്രത്തില് ഞാൻ വിളിക്കാം. ഇനി അധികം നേരം ഇവിടെ നിന്നാല് എനിക്ക് ഭ്രാന്താവും. അപ്പൊ മാഷേ, കൈപേശി യന്ത്രത്തില് വിളിക്കാം. എന്നും ഉച്ചഭക്ഷണം ഇവിടെ നിന്ന് തൊട്ടുകൂട്ടാൻ നല്ല എരിവുള്ള മീൻകറി വേണം. അമ്മിയിൽ അരച്ചെടുത്ത തേങ്ങയിട്ട മീൻകറി തന്നെ വേണം. വൈദ്യുത അരവ് യന്ത്രത്തിൽ അരച്ച തേങ്ങ കൊണ്ടുള്ള മീൻകറി ഞാൻ കൂട്ടേയില്ല. നമുക്ക് തുടങ്ങല്ലേ മാഷേ? ഒരാഴ്ച കൊണ്ട് ഏത് കാട്ടാളനെയും മലയാളം പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ഞമ്മളൊക്കെ കാട്ടാളന്മാരാണ് നാ മാഷ് പറയണേ? അപരിഷ്കൃതമായ മലയാളം പറയുന്ന എല്ലാവരും എനിക്ക് കാട്ടാളന്മാർ തന്നെയാണ്. ഫാത്തിമ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ടു. കുക്കറിസോ? ഓ, പാചക പരിപാടി എന്ന് മലയാളത്തിൽ പറയൂ. അല്ല മാഷേ, ആൾക്കാർക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് നമുക്ക് ഉപയോഗിച്ചൂടെ? നിങ്ങളുടെ പ്രാദേശിക ഭാഷ പോലെ തന്നെ എനിക്ക് അറപ്പുളവാക്കുന്നു പുട്ടിന് തേങ്ങയിടും പോലുള്ള ഈ ആംഗലേയം. തനി മലയാളം സംസാരിക്കൂ. അറിയാലോ, ഞാനൊരു ഭാഷാ മൗലികവാദിയാണ്. അല്ല മാഷേ, അങ്ങനെയാണെങ്കിൽ ബസ്സിന് എന്താ പറയാ? പാസ്പോർട്ടിനോ? ഒക്കെ പോട്ടെ, സ്വിച്ചിന് എന്താ പറയാ? പ്രയോഗം വഴി മലയാളമായി തീർന്ന ഇംഗ്ലീഷ് പദങ്ങളാണിത്. അപ്പൊ പിന്നെ കുക്കറിസോയും ഈ പ്രയോഗം വഴി മലയാള ഭാഷയായി തീരൂലേ? നല്ല മലയാളം ഉള്ളപ്പോൾ നാം എന്തിന് ആംഗലേയം പറയണം? എന്നാ ശരി, നമുക്ക് മലയാളം തന്നെ പറയാം. മാഷെ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? പാത്തൂന് നരിക്കുനി ഭാഷയെ അറിയുള്ളൂ. ഓക്ക് അച്ചട കുസട കുറവാ. അത് നമുക്ക് പരിഹരിക്കാം. അച്ചടി ഭാഷ പരിശീലിക്കാൻ ആദ്യം വേണ്ടത് നാവ് പഠിക്കുകയാണ്. മൂസ പോയി ഒരു പച്ചരിക്കലി എടുത്തുകൊണ്ടുവരൂ. വർത്താനം പറയണോ ഈർക്കിലും തമ്മിൽ എന്തേത്താ ബന്ധം മാഷേ? ബന്ധമുണ്ട്. നിങ്ങൾക്ക് വടിവത്ത ഭാഷ സംസാരിക്കാൻ പറ്റാത്തത് നാക്ക് പഠിക്കാത്തത് കൊണ്ടാണ്. അല്പസ്വല്പം വ്യായാമത്തിലൂടെ നിങ്ങളുടെ ഈ വൃത്തികെട്ട ഭാഷ
മാറ്റിയെടുക്കാൻ പറ്റൂ. ദാ ഈർക്കില് ആ നിങ്ങൾ ഇതുവരെ നാക്ക് വടിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നാവ് വടിക്കുന്ന വിധം ഞാനിവിടെ പ്രദർശിപ്പിക്കാം. എല്ലാം ഇതിന്ന് ആദ്യം ഈ ഈർക്കിലി വളച്ചു പിടിക്കണം. ഇതാ ഇങ്ങനെ, എന്നിട്ട് നാവിലേക്ക് വെക്കണം. ഇതാ ഇങ്ങനെ. നാവിലെ രസമുകുളങ്ങൾക്ക് പോറലേൽപ്പിക്കാതെ വേണം നാക്കു വടിക്കാൻ. അല്ലെങ്കിൽ മീൻകറിയുടെ സ്വാദ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ഇതാ ഒന്ന് വടിച്ചു നോക്കൂ. ഇതാ അല്ലോ മാണ്ട മാറ്റി നിങ്ങൾ എന്നെ പഠിച്ചോളൂ. ഞാൻ ഏതെങ്കിലും തെങ്ങുമ്പോ നട്ട് പഠിച്ചോളാം. ഭാഷ ശരിയാവെങ്കിൽ നമ്മളും പഠിച്ചോളതുകൊണ്ട്. അപ്പോൾ അക്ഷരസ്ഫുടത കൈവരിക്കുന്നതിന്റെ ആദ്യ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പദങ്ങൾ തരാം. ഞാൻ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ മഹാപ്രതിഭകൾ എഴുതിയ നിരൂപണ ഗ്രന്ഥത്തിലുള്ളതാണത്. എഴുതിയെടുത്ത് പറഞ്ഞു പഠിക്കണം. ഉത്തരാധുനിക പരിപ്രേക്ഷ്യം, ജ്ഞാനവ്യവസ്ഥ, വ്യതിയാനം, ഉപോത്ഫലനം, ദൃശ്യസംഘാതങ്ങൾ, ചക്ഷുശ്രവണകളസ്ഥമാം, ദർദുരം, ശുദ്ധപ്രതിസന്ധി, ദൃഷ്ടധുമ്നൻ. അല്ല മാഷേ, ഈ കടിച്ച പൊട്ടത്തെ വാക്കൊക്കെ പഠിച്ചിട്ട് എന്തത്തെ കാര്യവും? എടോ, നിങ്ങൾക്ക് അക്ഷരസ്ഫുടത വരാൻ അത് വേണം. അല്ല മാഷെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി ഞാൻ അക്ഷരസ്ഫുടത കൂട്ടാനുള്ള ഒരു മരുന്ന് കുടിച്ചിട്ട് വരാം. തൊട്ടുകൂട്ടാൻ പാത്തുമ്മ നല്ല എരിവുള്ള മീൻകറി എടുത്തു വെച്ചോളൂ. ആയിക്കോട്ടെ. അല്ലോ അഞ്ച് തലവട്ടങ്ങ് തിരിയണോ? എന്തോ മരുന്ന് കുടിക്കാനാണെന്ന് തോന്നുന്നു. പാത്തു ആ മീൻകറി എടുത്തു. നല്ല എല്ലാം ഇതിന്ന്. ഫാത്തിമ, ഫാത്തിമ, നല്ല എരിവുള്ള മീൻകറിയുണ്ടോ തൊട്ടുകൂട്ടാനാ? കേരളത്തിലെ ഏത് കള്ള് ഷാപ്പിലെ മീൻകറിയേക്കാൾ രുചിയുണ്ട് ഫാത്തിമയുടെ മീൻകറിക്ക് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കള്ളു കുടിച്ചോ, സത്യം പറയേ. ഒരൽപ്പം, ഒരിത്തിരി നിലവാരമില്ലെന്ന് പറഞ്ഞ് കേരളത്തിലെ 418 മദ്യശാലകളാണ് സർക്കാർ അടച്ചു പൂട്ടിച്ചു. അതിന്റെ വിഷമത്തിൽ ഒരിത്തിരി ഞാൻ കുടിച്ചു. ഒരിത്തിരി. അക്ഷരസ്ഫുടത കൂട്ടാനുള്ള മരുന്ന് കുടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇതാണില്ലേ പരിപാടി? അക്ഷരച്ചുടതയ്ക്കുള്ള മരുന്ന് തന്നെയാ ഫാത്തിമ. 3 നേരം ഇതങ്ങ് സേവിച്ച അക്ഷരച്ചുടതയ്ക്കുള്ള ശരിയാവുന്നില്ലല്ലോ. നമ്മളെ കൊണ്ട് നാക്ക് പഠിപ്പിച്ചിട്ട് നിങ്ങൾ നാവ് കൊഞ്ഞുണ്ടല്ലോ. ശരിയാവും, ഒക്കെ ശരിയാവും. പിന്നെ മരുന്നങ്ങോട്ട് പിടിക്കട്ടെ, തലയ്ക്ക് നല്ലോണം പിടിക്കട്ടെ. എന്നാലും നിലവാരമില്ലെന്ന് പറഞ്ഞ് മദ്യശാലകൾ പൂട്ടിച്ചതിന്റെ വിഷമം മാറില്ലല്ലോ. ഇങ്ങനെ മൂക്കറ്റ കള്ളു കുടിച്ചിട്ട് എങ്ങനെ നമുക്ക് ക്ലാസ് എടുക്കാൻ പോണത്? 2 പെഗ് അടിച്ച് ചെന്ന ക്ലാസ് ഭംഗിയാകും. നരകതീർത്ഥമാണിത്, നരകതീർത്ഥം. തൊണ്ടയിലൂടെരിപൊരി കൊണ്ടിറങ്ങുന്നു ലഹരി. തൊട്ടുകൂട്ടാൻ ഒരു ചിരിക്കറി. ഒരു തുള്ളി കറി പോരേന്ന് കിട്ടൂല. ഞാനൊരു കാര്യം പറഞ്ഞേ, ഈ നിമിഷ പോരേന്ന് ഇറങ്ങണോ, ഇല്ലെങ്കിൽ ചൂലെടുത്ത ഒച്ച ഞാൻ കൊന്നാളൂ. സീരിയസ് ആയിട്ടാ? അല്ല, സീരിയസ് ഇംഗ്ലീഷ് അല്ലേ. ഗൗരവം ഒരൊറ്റ അടി ഞാൻ വെച്ചു. മദ്യശാലകൾ പൂട്ടിയതിൽ ഖിന്നനായി വേപ്പത്തു പൂണ്ടു നടക്കുന്ന എന്നെ നീ പ്രഹരിച്ചോട്ടിക്കരുത് ഫാത്തിമ.
മാഷല്ലത് മാഷേ എന്റെ മാഷേ പാത്തമ്മ ക്ലാസ് മതിയാക്കിയോ? ഫാത്തിമയ്ക്ക് എന്നെ കണ്ണു പിടിക്കുന്നു. ഞാനൊരു മദ്യപനാണ് പോലും. മദ്യപിക്കാത്തവരാരുണ്ട് ഈ കേരളത്തിൽ? ഭാരതീയ സർക്കാരിന്റെ വരുമാനത്തിന്റെ ഒരു വലിയ വിഭാഗം ഇവിടുത്തെ കള്ളുകുടിയന്മാർ തരുന്നതല്ലേ? നിങ്ങൾ കള്ളും കുടിച്ച് ഓളെടുത്ത് ചെന്നിനോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുപ്പിയിലുള്ളത് ഏത് കുപ്പി? കള്ളല്ല, ഔഷധ, ജീവരസം. അപ്പൊ ഈ സ്പിരിറ്റ് കലക്കിയ വെള്ളത്തിന് അമൃത് എന്നാ പറയല്? ഇതൊന്നുമില്ലാതെ നല്ല മലയാളം സംസാരിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. അത് ശരി, മലയാളത്തിൽ ഇമ്മാരി വർത്താനം പറയും ഇമ്മാരി വെള്ളം കുടിക്കണോ? എന്നാ പിന്നെ ഞമ്മക്ക് ഇപ്പൊ ഉള്ള സ്ഫുട തന്നെ മതി. ഒരു ദിവസം ക്ലാസ് എടുത്തതിന്റെ കാശും കിടക്ക്, ഞാൻ പോയേക്കാം. അത് ശരി, ഈർക്കലോണ്ട് നാവ് അടിക്കാൻ പഠിപ്പിച്ച എനിക്ക് കായമാണോ അല്ലേ? അന്നെ നമ്മൾ ഇത്രയും നേരം മാസേന്നാ വിളിച്ചേ, ആ നാവുകൊണ്ട് വേറൊന്നും വിളിക്കാൻ ഇടവരുത്തണ്ടാക്കി. നിങ്ങൾ സംസ്കാരമില്ലാത്തവരാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഷ ഇങ്ങനെ. അന്നോട് ആരോ പറഞ്ഞേ ഈ കടിച്ച പൊട്ടാത്ത ഭാഷ സംസാരിക്കണ ഒരു സംസ്കാരമുള്ളവരെന്ന്? ഈ നല്ല സ്ഫുടതയോടെ സംസാരിക്കണ്ടല്ലോ. എന്നിട്ട് ഈ പൊരേ പോയി കാണിച്ച സംസ്കാര? ഞാൻ കാണിച്ച സംസ്കാരത്തിന് എന്താണോ ഒരു കുറവ്? പട്ടാപ്പകൽ ഒരു പൊരയിൽ കയറി വന്ന് കള്ളും കുടിച്ച് കൂത്താടുന്ന സംസ്കാരം. നമ്മൾ നല്ല വടിവത്ത മലയാളം സംസാരിക്കണ്ടാവില്ല. അത് കുട്ടിക്കാലം തൊട്ട് അങ്ങനെ ആയിപ്പോയി, ഇനി അങ്ങനെ തന്നെ പോവും. അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ ഒരു ദിവസത്തെ പരിശീലനത്തിന്റെ കാശ് മൂസ തരില്ല അല്ലേ? അനക്കിപ്പോ എന്തിനാ കാര്യം നമുക്കറിയാം. നേരെ ബാർ കൊണ്ട് കൊടുക്കാനല്ലേ. അന്നപ്പുള്ളവർക്ക് കള്ളുടിക്കാൻ 5 പൈസ നമ്മൾ തരൂല. ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്ന നിലവാരമുള്ള ഒരു ബാറിലെങ്കിലും പോകാന്ന് വിചാരിച്ചിട്ടാണോ ഒരു 200 ഉറുപ്പിയെങ്കിലും താഴോ? അനക്ക് കായ്മാണോ അല്ലേ? മീൻ തൂക്കണ മുട്ടിയാണ് ഇതെടുത്ത് തലക്കും തന്നാലല്ലോ. അങ്ങനെ ഒരാഴ്ചത്തെ മലയാള ഭാഷ പരിശീലനത്തിന് ശേഷം നമ്മുടെ ഫാത്തിമ കുക്കറി ഷോ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആദ്യം നമുക്ക് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. അല്ലേ? ഓക്കാണി. അത് മതി. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ ആക്ഷൻ. സദസ്സിന് വന്ദനം. മീൻപീര വറ്റിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കണെന്നാണ് നമ്മൾ ഇന്ന് നോക്കണത്. ഒരു പാത്രത്തിൽ മീൻ എടുക്കുക. ആദ്യമായിട്ട് മീൻ നല്ലോണം കഴുകണം. എന്നിട്ട് അതിന്റെ മുകളിലുള്ള ചെളുക്കയും വാലും ഒക്കെ മുറിച്ച് ഒഴിവാക്കണം. എന്നിട്ട് മീൻ മുറിച്ചിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞളും മുളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കുഴച്ച് വെക്കണം. പിന്നെ നമ്മളെ വെളുത്തുള്ളിയും ചോന്നുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി കൂട്ടി പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ട് എല്ലോടി തേങ്ങയിലേക്ക് ചേർത്ത് അരക്കണം. എന്നിട്ട് ചട്ടിയിലിട്ട് ചെറിയ തീയില് വറ്റിച്ച് ഒലത്തി എടുക്കുക. അങ്ങനെ മീൻപീര റെഡി. നീ ഒന്നും കൂടെ വാ. താൻ എന്റെ സമയം മെനക്കെടുത്ത് ഇറങ്ങിയിരിക്കുക. നല്ല മീൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ, അത് നല്ല ഭാഷയിൽ പ്രസന്റ് ചെയ്യാൻ അറിയും വേണം. നിന്റെ ചാത്തയാണ് പാചകക്കാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ പണിക്കുന്നത്. എന്നിട്ട് ഒരാഴ്ചത്തെ സമയം കൊടുത്തിട്ട് അവർ ഒന്നും പഠിച്ചില്ല. ഞാനൊരു മാഷ ഏർപ്പാടാക്കിയതാ, പക്ഷെ എങ്ങനെ തലകുത്തി നിന്നാലും ഇത്താത്തന്റെ ഭാഷ മാറില്ല എന്ന് മനസ്സിലായി. ചാനലിലെ പ്രോഗ്രാം ഹെഡിനെ കാണിക്കാൻ പോവുകയാണ്. ഇതെങ്ങാനും റിജക്റ്റ് ആയാൽ ഈ എപ്പിസോഡിന്റെ കാശ് നീ തരേണ്ടി വരും. അല്ലോ, അങ്ങനെ എന്റെ ഒരു കച്ചവടം കൂടി പൂട്ടിക്കിട്ടി. അതോ അന്റെ പാചകക്കാരല്ല വരുന്നേ, ടി വിക്കാര്. പാത്തുമ്മയുടെ അവതരണം പൊളിച്ചുട്ടാ. തനി നാടൻ ഭാഷയുള്ള അവതരണം ചാനലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി എല്ലാ ആഴ്ചയും തനി മലബാർ മലയാളത്തിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കണം. നിങ്ങളുടെ തനത് ഭാഷയാണ് ഈ പരിപാടിയുടെ ഹൈലൈറ്റ്സ്. ഇനി എല്ലാ ആഴ്ചയിലും നമ്മൾ മീനിന്റെ പല പല വിഭവങ്ങൾ ഉണ്ടാക്കില്ലേ മുസക്കയ്യെ? നല്ലോണം മീൻ തരണം, ചെയ്യാത്ത തരണം. ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. അവതാരക്കുള്ളതുണ്ട്, MIT മൂസയ്ക്കുള്ളതുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ മാർക്കറ്റ് വിലയേക്കാൾ ഇരട്ടിയുണ്ട് മീനിന്റെ വില. ആയിക്കോട്ടെ, എന്നാ അടുത്ത ആഴ്ച കാണാം. ഓക്കെ, പരിപാടി പൊളിച്ചുട്ടോ. ഓക്കെ. ഞാനാരാ മോളി? 1000 ഉറുപ്പ്യെങ്കിലും ഉണ്ടാവുകയല്ലേ? ഒരു 900 ഉറുപ്പ്യെങ്കിലും ഉണ്ടായാൽ മതി. എന്റെ തണ്ടി പറയുന്നു എണ്ണി നോക്കുക. 1 2 3 4 5 ഇക്കൊരു 10 നൈറ്റ് വാങ്ങണം. അല്ല, ഈ നാടൻ ഫുഡ് എന്നുള്ള പേര് മാറ്റി മൂസയുടെ മീനും പാത്തുമ്മേന്റെ പാചകവും ആക്കി കൂടി പരിപാടിന്റെ പേര്. ചേർത്തരക്കണം.
എന്നിട്ട് ചട്ടി ഉമ്മ, ചെറിയ തീയിൽ വറ്റിച്ച് ഒലത്തി എടുക്കുക. അങ്ങനെ മീൻ പീര റെഡി. ಎಲ್ಲ ಇದೀನಾ